ഫാർമസീൻ്റെ റാങ്ക് വരണത് ഇത്. അപ്പോൾ നമ്മുടെ കീം റിസൾട്ട് 27-ാം തീയതി 1 മണിക്കാണ് പബ്ലിഷ് ചെയ്യുക. ഞാൻ വെയിറ്റിംഗ് ഒന്നുമില്ല, കാരണം ഇതിൻ്റെ ബാക്ക് പ്ലാനാണ്. എന്നാലും ഞാനൊരു കീം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ എക്സാം എഴുതി. ആൻഡ് എനിക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. ഞാൻ ഇന്നലെയാണ് ഇതിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞത്. കാരണം എന്നോട് ഞാൻ എൻ്റെ മാർക്കൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് 80% അടുത്താണ് വന്നത്. വലിയതായിട്ടൊന്നുമില്ല, മണി റിപ്പീറ്റ് ചെയ്തൊക്കെയാണ് നീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ എനിക്ക് വിചാരിച്ച കോഴ്സില്ല. ഞാൻ വിചാരിച്ചത് നീറ്റായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ ഇത് ബിഫാമാണ്. സ്റ്റിൽ ഞാനത് കൊടുത്തു, എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്തു. അതിൻ്റെ റിവ്യൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച റിസൾട്ടും കൂടെ ജസ്റ്റ് എന്നോട് പറയാമെന്ന് അങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നോട് ChatGPT പറഞ്ഞത് ഒരു മാക്സിമം ഒരു 10 to 12K വരെ എത്താം റാങ്ക്. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഡീപ്ലി ഞാൻ അനലൈസ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഗവൺമെൻറ്റിലേക്ക് ഭയങ്കരതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ 200 സംതിങ് ഉള്ളൂ അവിടെ സീറ്റാക്ക്. ഗൈസ് നോക്കാം. പറഞ്ഞത് ഏകദേശം ശരിയാണ്. എൻ്റെ ഫാർമസീൻ്റെ റാങ്ക് വരുന്നത് ഇതാണ്. 4 നമ്പർ തന്നെയാണ്. കളഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല ഗൈസ്. എൻ്റെ റാങ്ക് 7409 ഗൈസ്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ഗൂഗിളോട് ചോദിച്ചു റാങ്ക്. ഓക്കെ, ഇനി നമുക്ക് ഒരു സംഭവം കൂടി നോക്കാണ്ട്. എൻ്റെ ഞാൻ എയിംസിൻ്റെ പാരാമെഡിക്കലും കൂടി ഇട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് പാരാമെഡിക്കൽ എനിക്കറിയില്ല. നഴ്സിങ്ങിന് കൊടുത്ത മിക്കവർക്ക് കിട്ടുന്നത് വേറെ ജില്ലയാണ്. ഇപ്പോൾ തൃശ്ശൂർ കൊടുത്തവർക്ക് തിരുവനന്തപുരം കൊടുത്തവർക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കറിയില്ല എനിക്ക് എവിടെ കിട്ടുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ അതുകൂടെ ഇന്നാണ് വരാം. ഞാൻ കുറച്ചേരം നോക്കിയായിരുന്നു. ഫൈനലി നമുക്ക് അതിൻ്റെ സൈറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അതുകൂടെ നോക്കാം. ഇത് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ എക്സാം സിറ്റി വരുന്നത്. എക്സാം സിറ്റി ഭയങ്കര അടുത്താണ് വരുന്നത്. കാണാൻ പറ്റുന്നുണ്ട്. യെസ്, എറണാകുളത്താണ് വരുന്നത്. തൃശ്ശൂർ എനിക്ക് എറണാകുളം ഭയങ്കര എളുപ്പമാണ്. വലിയ കുഴപ്പമില്ല. ഭാഗ്യത്തിന് തിരുവനന്തപുരത്തൊന്നും കിട്ടിയില്ല. ഭയങ്കര ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സാമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. ഇനിയിപ്പോൾ എനിക്ക് കറക്റ്റ് ഒരാഴ്ചയുണ്ട്. അടുത്ത ശനിയാഴ്ച എക്സാം വരുന്നത്. അതായത് ജൂലൈ 4-ാം തീയതി. അതാണ്. അപ്പോൾ ഞാൻ ഒരു കീമിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ഇതും കൂടി അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ എടുത്ത് വയ്ക്കുന്നത്. ഇത്രയ്ക്കാണ് നിങ്ങളുടെ കീം റാങ്ക് കൂടെ പറ്റാൻ കമൻറ്റ് ചെയ്യുക. നല്ല കോളേജ് കിട്ടുന്നത് ഞാൻ പറയണം. ഓക്കെ, അത്രയ്ക്കാണുള്ളൂ. ആൻഡ് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.